പാകിസ്ഥാനിൽ അജ്ഞാതരുടെ പുണ്ടുവിളയാട്ടമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടത് 5 കൊടുംഭീകരരായിരുന്നു. ഇവർക്കെല്ലാം പിന്നിൽ അജ്ഞാതരുടെ ആക്രമണമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ ഈ ഭീകരർക്ക് ഫണ്ട് ചെയ്യുകയും ഒപ്പം തന്നെ ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈയായി പ്രവർത്തിക്കുകയും ചെയ്ത ലഷ്കർ എ തോയ്ബയുടെ കൊടുംഭീകരൻ ഹാരിഷ് ഹസ്ദായെ പള്ളിയിലേക്ക് പോകുന്ന വഴി അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി. ജാമിയത്തുൽ ഉലമ ഇസ്ലാം എന്ന സംഘടനയുടെ നേതാവ് കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ഹാരിഷ് ഹസ്ദ എന്ന് പറയുന്ന ഈ ഒരു കൊടുംഭീകരൻ. ഈ ലഷ്കർ എ തോയ്ബ അടക്കമുള്ള സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുകയായിരുന്നു പ്രധാന ദൗത്യം. ഇയാളെയാണ് ഇപ്പോൾ അജ്ഞാതർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ഭീകരനായ അദ്നാൽ അഹമ്മദിനെയും കറാച്ചിക്കടുത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കറാച്ചിയിലെ ഖൈറാബാദ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈയായിട്ടുള്ള ഈ ലഷ്കർ എ തോയ്ബയുടെ കൊടുംഭീകരൻ ഹാരിഷ് ഹസ്ദ കൊല്ലപ്പെട്ടത്. അതിനടുത്ത് തന്നെയാണ് അദ്നാൽ അഹമ്മദും കൊല്ലപ്പെട്ടത്. പാക് പത്രങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഭീകര സംഘടനയല്ല, മറ്റേതോ നിഗൂഢ ശക്തികൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്, അത്തരം ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. ചിലർ പാക് സൈന്യത്തെയും സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് മൂലം ഭീകരർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അടിക്കടി ഭീകരർ അല്ലെങ്കിൽ ഭീകര തലവന്മാർ കൊല്ലപ്പെടുന്നത് എന്നൊരു വാദവും പാക് മാധ്യമങ്ങൾ ഉയർത്തിവിടുന്നുണ്ട്. ഇതിൽ പട്ടാളത്തെയാണ് ഒരു വിഭാഗം സംശയിക്കുന്നത്. കാരണം ഈ പട്ടാളത്തിനകത്ത് പുകയുന്ന അതൃപ്തി മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവർ പട്ടാളത്തിൻ്റെ കൂടെ സഹായത്തോലാണ് ഇത്തരം ഭീകരരെ കൊലപ്പെടുത്തുന്നത് എന്ന ചില മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.